ഹലോ, നമസ്കാരം. ഞാൻ ഡോക്ടർ ജയശ്രീ, ENT സ്പെഷ്യലിസ്റ്റ്. കേരളത്തിൽ 65 വയസ്സിന് മുകളിൽ 50% ആൾക്കാർക്ക് കേൾവിക്കുറവ് കൊണ്ടുള്ള പരാധീനതകളുണ്ട്. എന്ന് വെച്ചാൽ ജീവിതത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള കേൾവിക്കുറവുണ്ട്. പ്രായാധിക്യം കൊണ്ടുവരുന്ന കേൾവിക്കുറവിൻ്റെ ചികിത്സ എന്നുള്ളത് ഹിയറിംഗ് എയ്ഡാണ്. അവരിൽ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്നതോ 2% താഴെയാണ്. എന്തുകൊണ്ട്? ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കാതിരുന്നാൽ എന്താ ഉണ്ടാകുക? നമുക്ക് വിശദമായി നോക്കാം. ഏകദേശം 34 വർഷമായിട്ട് ഞാൻ ENT പ്രാക്ടീസ് ചെയ്യുകയാണ്. 60 വയസ്സിന് മുകളിലുള്ള ആർക്കും കേൾവിക്കുറവ് ഓഡിയോഗ്രാം കൊണ്ട് അസസ് ചെയ്ത് ഇതിൻ്റെ ചികിത്സ ഹിയറിംഗ് എയ്ഡ് ആണെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് പല ഭാവഭേദങ്ങളാണ്, പലതരം സംശയങ്ങളും. ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കണോ? ഹിയറിംഗ് എയ്ഡ് കൊണ്ട് പ്രയോജനമുണ്ടോ? അത് ആരും കാണാത്ത രീതിയിലുള്ള ഹിയറിംഗ് എയ്ഡ് ഉണ്ടോ? ഇങ്ങനെ പോകുന്ന നിരന്തരമായ സംശയങ്ങൾ. പ്രായാധിക്യം കൊണ്ടുവരുന്ന കേൾവിക്കുറവിന് ഹിയറിംഗ് എയ്ഡ് മാത്രമേ ഉള്ളൂ ചികിത്സ. അതുകൊണ്ട് ആ സംശയത്തിന് ഉത്തരമായി. പിന്നെ ഇത് ആരും കാണാത്ത രീതിയിലുള്ള ഹിയറിംഗ് എയ്ഡ് വേണമെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് പല വികാരങ്ങളാണ്. തമാശ തോന്നും, അത്ഭുതം തോന്നും, സംശയം തോന്നും, എന്തൊക്കെ ഒരു മിശ്ര വിചാരമാണ്. കാരണം ഈ ഹിയറിംഗ് എയ്ഡ് അഡ്വൈസ് ചെയ്യുന്ന ഓരോ പേഷ്യൻറ്റിൻ്റെയും കണ്ണിൽ കണ്ണാടി ഉണ്ടാവും, അല്ലെങ്കിൽ പോക്കറ്റിൽ കണ്ണാടി ഉണ്ടാവും, അല്ലെങ്കിൽ ബാഗിൽ കണ്ണാടി ഉണ്ടാവും. അതുമാത്രമല്ല, പലരുടെയും പല്ല് വേപ്പ് പല്ലായിരിക്കും, ആർട്ടിഫിഷ്യൽ ഡെഞ്ചേഴ്സ് ആയിരിക്കും. ഇതിനൊന്നും ഇല്ലാത്ത ഒരു സ്റ്റിഗ്മ ഈ ഹിയറിംഗ് എയ്ഡിന് മാത്രം എങ്ങനെ ഉണ്ടാവും? അത് ആലോചിക്കുമ്പോൾ ശരിക്കും ഒരു തമാശ പോലെ തോന്നും, ചിലപ്പോൾ ഒരു ഭയമാണ് തോന്നുന്നത്. കാരണം ഈ ഹിയറിംഗ് എയ്ഡ് ഇല്ലാതെ കേൾവിക്കുറവോടുകൂടി ജീവിക്കുമ്പോൾ സ്വന്തം ജീവിതത്തിനും ചുറ്റുവട്ടമുള്ളവർക്കും എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്നെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ സംശയങ്ങളൊക്കെ വരുന്നതെന്ന് എനിക്ക് തോന്നും. നമ്മുടെ ശരീരത്തിന് 5 ഇന്ദ്രിയങ്ങളുണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ. ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നുള്ള മെസ്സേജ് ബ്രെയിനിൽ ചെന്ന് ബ്രെയിൻ അത് അനലൈസ് ചെയ്താണ് നമുക്ക് മറ്റ് കാര്യങ്ങളെപ്പറ്റി നമുക്കിങ്ങോട്ട് ഒരു അവബോധം ഉണ്ടാകുന്നത്, കാണുന്നതായാലും കേൾക്കുന്നതോ അല്ല. പക്ഷെ ബ്രെയിനിൽ ഏറ്റവും കൂടുതൽ മെസ്സേജസ് പോകുന്നത് നമ്മുടെ ചെവി വഴിയാണ്. നമുക്കറിയാമല്ലോ, ഒരാൾ കയ്യിൽ എല്ല് ഫ്രാക്ചറായി പ്ലാസ്റ്റർ ചെയ്തു, 6 ആഴ്ച അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് പ്ലാസ്റ്റർ എടുക്കുമ്പോൾ എന്താ നമ്മൾ കാണുന്നത്? ആ ഭാഗത്തിന് ഒരു പുഷ്ടിക്കുറവ്, ഒരു കനക്കുറവ് അല്ലേ? കാരണം ആ മസിൽ വർക്ക് ചെയ്യാതിരിക്കുന്ന കാരണം അവിടെ ആ മസിലിന് ഒരു ചെറിയ ഡിസ്ട്രോഫി വന്നു. പിന്നെ നമ്മുടെ ഫിസിയോതെറാപ്പി ചെയ്താണ് ആ മസിലിനെ ശരിയാക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ ബ്രെയിനിലേക്ക് ഇമ്പൾസസ് ചെല്ലാതിരുന്നാൽ ബ്രെയിൻ വർക്ക് ചെയ്യില്ല. ആ ബ്രെയിനിൻ്റെ വർക്ക് ചെയ്യുന്നത് കുറയുമ്പോൾ മസിൽ വേസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ബ്രെയിനും ഫങ്ഷൻ കുറയും. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കേൾവിക്കുറവുണ്ടാകുമ്പോൾ ആ ഇമ്പൾസസ് ബ്രെയിനിന് ചെല്ലില്ല. അപ്പോൾ ബ്രെയിനിൽ ചെല്ലാതിരുന്നാൽ ബ്രെയിനിൻ്റെ വർക്ക് കുറയും. എന്ന് വെച്ചാൽ നമ്മൾ 70 വയസ്സിലെ യുവത്വം അല്ലെങ്കിൽ 70 വയസ്സിൽ ആകുമ്പോഴേക്കും നമുക്ക് 70 വയസ്സിനെക്കാളും അല്ലെങ്കിൽ 75 80 വയസ്സിൻ്റെ മെൻ്റൽ ഏജ്, ബ്രെയിൻ ഏജ് അത്രയാകും. കാരണം ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ലല്ലോ. നമുക്ക് പ്രായാധിക്യം കൊണ്ടുള്ള കേൾവിക്കുറവുള്ളതുകൊണ്ട് ബ്രെയിനിലേക്കുള്ള ഇമ്പൾസ് കുറയുന്നു. അപ്പോൾ ബ്രെയിനിൻ്റെ ഫങ്ഷൻ കുറയുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ബോധമുണ്ടാകാനുള്ള ആ ഒരവസ്ഥ കുറയുന്നു. നമുക്ക് മെമ്മറി കുറയാം, ഓർമ്മ കുറയാം, കണക്ക് കൂട്ടാനുള്ള ശേഷി കുറയാം, ചുറ്റുപാടും ബാക്കിയുള്ളവരടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ശേഷി കുറയാം. അപ്പോൾ ഹിയറിംഗ് കുറയുന്നത് ഇതിനെയൊക്കെ ബാധിക്കും. എന്നാൽ നമ്മൾ പ്രായത്തിനേക്കാളും കൂടുതൽ വയസ്സാകുകയാണ് ചെയ്യുന്നത്, നമ്മുടെ കേൾവി നമുക്കില്ലാതിരിക്കുന്നത്. അത് നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത്, കേൾവിക്കുറവുള്ള ആളെ മാത്രമല്ല ബാധിക്കുന്നത്, കൂടെ ജീവിക്കുന്ന ആൾക്ക്. നമുക്കറിയാം, 65 വയസ്സോ അല്ലെങ്കിൽ 70 വയസ്സോ ഉള്ള ഒരാൾ തീർച്ചയായിട്ടും ഒരു വീട്ടിലെ ഒരു കുട്ടിയുടെ കെയർ ടേക്കർ ആയിരിക്കാം.
അല്ലെങ്കിൽ ഒരു ഹോം മേക്കർ ആയിരിക്കാം. കാരണം ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലി ആണ്, അച്ഛൻ പേരൻസ് രണ്ടാളും ജോലിക്ക് പോകും. ഇപ്പോൾ കൊച്ചു കുട്ടിയുള്ളപ്പോഴായിരിക്കും അവിടെ ഗ്രാൻഡ് പേരൻ്റ് അല്ലെങ്കിൽ ഈ 60 വയസ്സിന് മേളിലുള്ള ഒരാൾ അവിടെ എത്തുന്നത്. അപ്പോൾ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പറഞ്ഞവർ പോകുമ്പോൾ അത് മനസ്സിലാക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും അവസ്ഥ? ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. കുട്ടിക്ക് പനിയോ ചുമയോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ 2-3 മെഡിസിൻ കൊടുക്കാനുണ്ടാവും. അപ്പോൾ കൃത്യമായി നമ്മൾ കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സാവും. അത് കുഞ്ഞിൻ്റെ ഭാവിയെ ബാധിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് ഇവർക്ക് ക്ലിയറായിട്ട് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കാനുള്ള സമയക്കുറവുകൊണ്ട് തന്നെ ആ വീട്ടിൽ മെസ്സുണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് ഒഴിവാക്കാൻ നമ്മുടെ കേൾവി വ്യക്തമാക്കി വെച്ചാൽ മാത്രം മതി. അതുകൊണ്ട് കണ്ണാടി പോലെ തന്നെ, ഡെഞ്ചർ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹിയറിംഗ് എയ്ഡ്. ഹിയറിംഗ് എയ്ഡ് ഇല്ലായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രായത്തിനേക്കാളും കൂടുതൽ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്റ്റിഗ്മ ഉപേക്ഷിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും കാണാം വേറൊരു വിഷയവുമായി.